അടക്കം 5.5 ലക്ഷത്തോളം പേരാണ് ഖജനാവിൽ നിന്ന് ശമ്പളം പറ്റുന്ന സർക്കാർ ജീവനക്കാർ എന്നുള്ള നിലയിൽ പരിഗണിക്കുന്നത്. അതിൽ 1600ഓളം പേര് അതിനു പുറമെ ഈ നാട്ടിലെ പാവപ്പെട്ടവർക്കുള്ള സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ കവർന്നെടുക്കുന്നു എന്നുള്ളത് അത്യന്തം ദുഃഖകരവും അങ്ങേയറ്റം പ്രതിഷേധാർഹവുമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ ആ 1600ഓളം പേര് ഈ തരത്തിൽ മനുഷ്യത്വരഹിതമായ ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാരാണ് എന്നുള്ള കാര്യത്തിൽ ഇന്ന് പൊതുമണ്ഡലത്തിലെ വ്യക്തതയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഓരോരുത്തരും ഈ സമൂഹത്തിന് വേണ്ടി, സമാജത്തിന് വേണ്ടി, സർക്കാരിന് വേണ്ടി വളരെ പ്രതികൂലമായ സാഹചര്യത്തിലാണ് ജോലി ചെയ്യുന്നത് എങ്കിൽ പോലും ഞങ്ങൾക്ക് സർക്കാരിൽ നിന്ന് കിട്ടേണ്ട ഏതാണ്ട് 50,000-ഓളം 1.5 ലക്ഷം കോടിയോളം രൂപയുടെ ബാധ്യത കവർന്നെടുക്കപ്പെടുകയോ പിടിച്ചുവയ്ക്കപ്പെടുകയോ ചെയ്യുമ്പോഴും മുണ്ടു മുറുക്കി ഉടുത്തുകൊണ്ട് പണിയെടുക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഇന്ന് പൊതുസമൂഹത്തിന് മുന്നിലെ അപമാന ഭാരം കൊണ്ട് തല ഉയർത്തി നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. ഞങ്ങള് കേരളത്തിലെ പൊതുമണ്ഡലത്തിന്റെ മുന്നിൽ സംശയകരമായ സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അഭിമാനം സംരക്ഷിക്കുവാൻ വേണ്ടിയും ഈ നാട്ടിലെ സാധാരണക്കാരന് കിട്ടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവൻ അർഹതപ്പെട്ട ക്ഷേമ പെൻഷൻ അവന് മാത്രം ലഭ്യമാക്കണമെന്നുള്ള ആവശ്യം, അതിന്റെ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ തരത്തിലൊരു ധാർമ്മികമായ സമരത്തിനെന്ന് ഫെറ്റോ നേതൃത്വം കൊടുത്തുകൊണ്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത്.